കാശുണ്ടാക്കാനെന്ന് എവിടെയൊക്കെ തെണ്ടി. അവറാച്ചൻ പറയണ കേട്ടു അവിടെയും ചെന്നിരുന്നു. എന്നിട്ട് തന്നോ? ഏട്ടാ, പല വഴികളും നോക്കണുണ്ട്, പക്ഷെ ഒന്നും ശരിയാവണില്ല. അതിന് ഒരു 5-6 മാസത്തെ സമയം തന്ന എങ്ങനെ ഞാൻ തിരിച്ചു തരാം? ഈ വീടും പറമ്പും ഒന്ന് പണയം വെച്ച്. കൊള്ളാം, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാമല്ലോ. ഗോവിന്ദമേനോന്റെ മക്കള് വീട് പണയം വെച്ച് കണ്ട പെൺകുട്ടികളുടെ കല്യാണം നടത്തണമെന്ന്. എന്നാ പിന്നെ തറവാട് വിറ്റപ്പോ എന്റെ ഓഹരിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അതെനിക്ക് തരണം. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോ അവസാനമായിട്ട് അച്ഛൻ പറഞ്ഞു, ഒന്നേ ഉള്ളൂ നിന്റെ താഴെ, ഒരിക്കലും നിങ്ങൾ തമ്മിൽ പിരിയാൻ ഇടയുണ്ടാവരുന്ന്. അന്ന് നീ 5ാം ക്ലാസ്സിലാ. തറവാട് വിറ്റത് വാങ്ങിയത് നമ്മുടെ രണ്ടാളുടെയും പേരില. ഭാഗം വയ്ക്കാം, ഭാഗം വെച്ച് പിരിയാം, എന്നിട്ട് അതുകൊണ്ട് എന്താ വേണ്ട വെച്ചാ ചെയ്യാം. മക്കള് തെറ്റിപ്പിരിഞ്ഞു എന്നറിഞ്ഞ് വേദനിക്കാൻ മരിച്ചച്ഛൻ തിരിച്ചു വരുമൊന്നുമില്ലല്ലോ. ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യട്ടോ. വാ. ഇവിടെ കിടക്കാനോ? വീട്ടിലേക്ക് വരികയായിരുന്നു ഞങ്ങള്. പാലത്തിന്റെ ചോട്ടിൽ കിടന്ന് ദുഃഖഗാനം പാടിയിട്ടൊന്നും കാര്യം നടക്കില്ല. സതീശ, അതങ്ങൾ കൊടുക്ക്. ദാ, അമ്മ ചോദിക്കണ 20 പവനുണ്ട്. ഇതെന്റെ ഫ്രണ്ട് രമേശ്, ഇവന്റെ ഭാര്യയുടെ സ്വർണ്ണ. തൽക്കാലം ഇതിട്ടിട്ട് ഇറങ്ങട്ടെ ആരതി കല്യാണത്തിന്. സതീശ, സാരമില്ല, അമ്മയെ ബോധ്യപ്പെടുത്തല്ലേ വേണ്ടൂ. പിന്നെ എന്റെ കൂടെയല്ലേ, എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് തിരിച്ചു കൊടുത്തോളാം ഞാൻ രമേശന്. അമ്മയെ പറ്റിച്ചിട്ടാണെങ്കിലും ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വല്ലാണ്ട് മ്ലേച്ഛനായി പോകും ഞാൻ. സ്വർണം കിട്ടിയെന്നുള്ളതല്ല സന്തോഷം, സതീഷിന് ചെറിയച്ചോട് അത്രയ്ക്ക് സ്നേഹമെന്ന് പറഞ്ഞപ്പോഴാ. അമ്മയെ പേടിച്ചിട്ടാ, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ ഒരു പ്രാവശ്യം കൂടി ചെറിയച്ചൻ കൊണ്ട് ഒളിച്ചോടി പോവാനും മൂപ്പർ റെഡിയാ. ചെറിയച്ചി ചെന്നാലുടനെ ആ തള്ളെങ്ങാനും ഇത് വാങ്ങി അൽമാരിക്കകത്ത് വെച്ച് പൂട്ടിയുണ്ടല്ലോ, എന്റെ സതീഷിന്റെ കാര്യം പോക്കാ. കൊണ്ട് സൂക്ഷിച്ചു വെച്ചോളൂ. സ്വർണം കിട്ടി, ഇനിയിപ്പോ സന്ധ്യയ്ക്കും 25,000 ഉറപ്പിക. മുറ്റത്തി ഒന്ന് മാനത്തോക്കി കിടന്ന നോട്ടുമഴ പെയ്ക്കോ ഈശ്വരന്മാര്? അല്ല, അങ്ങനെ ആശ നോക്കാലോ. സ്വർണം ചെക്കൻ തന്നെ തന്നൂല്ലേ? ഇവിടെ തള്ളക്ക് കൊടുക്ക്, കല്യാണം മുടങ്ങണ്ട. 30 ഉണ്ട്, 25,000 കൊടുക്കണ്ടു. ബാക്കി കയ്യിൽ വയ്ക്ക്, ആവശ്യമുണ്ടാവും. ഓഹരിയൊന്നുമല്ല, ആധാരം വെച്ച് അവറാച്ചോടെ തന്നെ വാങ്ങി. സന്തോഷത്തോടെ തന്നെയാ തരണത്. ഇപ്പൊ എന്റെ അനിയനെ കുറിച്ച് എനിക്ക് അഭിമാനമല്ലോ. ഒരായുസിന്റെ പുണ്യം മുഴുവനും അനീപ്പ ചെയ്യണത്. ആരോട് ചോദിച്ചിട്ടാണ് കല്യാണം നടത്തുന്നത്? ഉറുപ്പികയും 20 പവനും. ഭരതമാഷ മോളെ കല്യാണമാകുമ്പോ ആർഭാടത്തിന് ഒട്ടും കുറവ് വരാൻ പാടില്ലല്ലോ, അല്ലേ? എവിടുന്ന് കട്ടുകൊണ്ടെന്നു എന്റെ മറ്റവൻ ഇത്രയും പണം പോണം?
എന്താ എല്ലാവരും പണിയൊക്കെ നിർത്തി? ദാ കണ്ടില്ലേ, ആ ആങ്ങളച്ചക്കം വന്ന് കാട്ടിയതാ. അകത്തും നിന്ന് ബഹളം ഉണ്ടാക്കിട്ടത്. ഗോപി വന്ന് താവാന്ന് കരുതി ഇരുന്നതാ. എന്താ എന്താ ഉണ്ടായത്? അവൻ വന്ന പണ്ടൊക്കെ എടുത്തോണ്ടേ ഗോപി. എന്താ ചെയ്യണ്ടെന്ന് അറിയണ്ടേ എനിക്ക്? പോലീസിൽ അറിയിച്ചല്ലോ ഗോപി. ആ തള്ളയുടെ കാശ് കൊടുത്തപ്പോ ഒക്കെ ഭംഗിയോന്ന് കരുതിയതാ. ഇനി ആ സതീഷിനോട് ഞാൻ എന്താ പറയണ്ടേ ഈശ്വര? എങ്ങോട്ടാ പോയിട്ടുണ്ടാവാ? അറിയില്ല. ആ രഘു വരണുണ്ട് ഈ വഴിക്ക്. ഏത് ഭരതമാസ മോൻ രഘുവാ? ഇവിടെ ഉണ്ടായിരുന്നു ഇത്ര നേരം. കടവിലേക്കാൻ തോന്നുന്നു. നേരെ പോണ കണ്ടു. ആളുണ്ട്. അത് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അത് കൊണ്ടുപോകരുത്. നിങ്ങളുടെ പെങ്ങളുടെ ജീവിതം അത്. ഒരു കുടുംബത്തിന് മുഴുവൻ കണ്ണീരുണ്ട് അതില്. അത് ഞാൻ പറയുന്നത് കേൾക്ക് പ്ലീസ്. അത് കൊണ്ടുപോകരുത്.
ഒക്കെ കിട്ടി. ഒരു വളം ഒഴിച്ച് അത് സാരമില്ല. തൽക്കാലം ഇച്ചൊരു വളം എടുക്കാം. എന്താ എന്തുണ്ടായേ? കൊണ്ടുപോയി മുത്തശ്ശി കൊടുക്ക്. മുത്തശ്ശൻ ചെറിയച്ചാക്ക് വിഷമിച്ചിരിക്കല്ലേ? പറയേ, എന്നോട് പറയേ, എന്തുണ്ടായേ? എന്തുണ്ടായേ? കൊന്നു. ഞാൻ കൊന്നു. കൊല്ലേണ്ടി വന്നു എനിക്ക്. ഇല്ല, ആരും കണ്ടിട്ടില്ല. പാടത്ത് ചെടിയിൽ വെച്ച വരമ്പത്തൂടെ പൂത വരണ്ടായിരുന്നു. വലിച്ചുകൊണ്ടുപോയി പാർവതിക്കാവിന്റെ പിന്നിലുള്ള പൊട്ടക്കിട്ടിട്ടു. ആരും കണ്ടില്ല, ആരും അറിയാനും പോണില്ല. നാളെ കല്യാണം നടക്കണം. അത് കഴിയണവരെങ്കിൽ ആരും ഒന്നും അറിയാൻ പാടില്ല. എങ്ങനെ കിട്ടിയെന്ന് മുത്തശ്ശൻ ചെറിയച്ഛൻ ചോദിച്ച എന്തെങ്കിലും നുണ പറഞ്ഞേക്കണം. പെണ്ണ് എവിടെ പോയി കിടക്കുക? മുത്തശ്ശി ചെല്ലേ, കരയാണ്ട് ചെല്ലേ. കരഞ്ഞ് മറ്റുള്ളവരെ അറിയിച്ച് ചെറിയച്ഛന്റെ കല്യാണം നടക്കാതെ വരരുത്. ചെല്ലേ, ഞാൻ വന്നോളാം. വാ. Ha 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 ha!